ഞാൻ ശ്രീ എ സജീവനിലേക്ക് പോകുന്നു. ശ്രീ എ സജീവൻ, പ്രതികൾ ഒന്നൊന്നായി പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഇന്നിപ്പോൾ എൻ വാസു ഇറങ്ങിയിരിക്കുന്നു. പത്മകുമാറും വൈകാതെ ഇറങ്ങും എന്നുള്ള സൂചനകളുണ്ട്. പത്മകുമാറിനും ഈ 90 ദിവസമാകാൻ അധികം കാക്കേണ്ടതില്ല. ഫെബ്രുവരി അവസാനമാകുമ്പോഴേക്കും 90 ദിവസം പൂർത്തിയാകും. അതിനിടയ്ക്ക് കുറ്റപത്രം സമർപ്പിക്കപ്പെടില്ല എന്നുള്ള കാര്യം ഏതാണ്ട് ഉറപ്പാണ്. അപ്പോൾ എന്താണ് ഈ പുറത്തിറങ്ങൽ അങ്ങ് എങ്ങനെയാണ് കാണുന്നത്? ഈ കോടതി SIT പൂർണ്ണ വിശ്വാസം എന്ന് പറയുമ്പോൾ നമ്മൾ ഇനിയൊന്നും മിണ്ടേണ്ടതില്ല എന്ന അർത്ഥമുണ്ടോ? കോടതി SIT പൂർണ്ണ വിശ്വാസം എന്ന് പറയുമ്പോൾ പോലും കോടതി പറയുന്നൊരു കാര്യമുണ്ട്. ഇത് സാധാരണ കേസല്ല, വളരെ ഗുരുതരമായിട്ടുള്ള കാര്യങ്ങളുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിൻ്റെ അന്വേഷണം ഈ 90 ദിവസത്തിന് അകത്ത് കുറ്റപത്രം കൊടുക്കുക എന്ന ഒരു സാങ്കേതിക കാര്യത്തിലേക്ക് പോകേണ്ടില്ല. കാരണം അവർ അത്രയും കാര്യം വെച്ചുകൊണ്ട് അന്വേഷിച്ച കാര്യങ്ങൾ മാത്രം വെച്ചുകൊണ്ടൊരു കുറ്റപത്രം തയ്യാറാക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട ശരിയായ പ്രതികളെ അല്ലെങ്കിൽ പൂർണ്ണമായിട്ട് പിടിക്കപ്പെടേണ്ട പ്രതികൾ പിടിക്കപ്പെടാത്തൊരവസ്ഥയുണ്ടാകും. അതാണ് കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് ഇക്കാര്യത്തിൽ പറഞ്ഞതെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതിൽ കോടതിയുടെ സിംഗിൾ ബെഞ്ചാണോ വലുത്, ഡിവിഷൻ ബെഞ്ചാണോ വലുത് എന്നുള്ള തർക്കത്തില്. കാരണം ഇപ്പോൾ ഇവിടെ മുസ്തഫ പറഞ്ഞപ്പോഴാണെങ്കിലും വസന്ത് പറഞ്ഞപ്പോഴാണെങ്കിലൊക്കെ അവരുടെ രാഷ്ട്രീയ താല്പര്യത്തിന് വേണ്ടിയിട്ടാണ് ഈ രണ്ട് പക്ഷം ചേർന്ന് പറയുന്നത്. രണ്ട് കാര്യം കൊണ്ട് ശരിയുണ്ട്. കാരണം കോടതി ഈ രണ്ട് കോടതികളും ഓരോ ഘട്ടങ്ങളിൽ പറഞ്ഞു. ഇപ്പോൾ കോടതി വളരെ കൃത്യമായിട്ടും പിന്നെ അന്വേഷണം ഇഴയുന്നതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടല്ലോ. അത് ശങ്കർദാസിന്റെ ഈ അറസ്റ്റ് വൈകുന്നതിനെ കുറിച്ച് കോടതി ഇത്രയും രൂക്ഷമായി പറഞ്ഞ് നമ്മൾ കണ്ടതാണ്. കാരണം അറസ്റ്റ് വൈകുന്നതിന് പിറകിലുള്ള കാരണങ്ങൾ പോലും എന്താണ് കാരണം പോലും ചൂണ്ടിക്കാട്ടിയിട്ട് കോടതി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ കോടതിയുടെ നിരീക്ഷണം ശക്തമായിട്ടുണ്ട്. പക്ഷെ അതേസമയം തന്നെ കോടതി പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ ഇതിനെ രാഷ്ട്രീയം മാറ്റിവെച്ചുകൊണ്ട് ചിന്തിച്ചാൽ ഇത് ഈ സാധാരണ പരൽ മീനുകളല്ല. അപ്പം ബസന്ത് തന്നെ അവിടെ പറഞ്ഞല്ലോ, പരൽ മീനുകളെ പിടിച്ചിട്ട് കാര്യമില്ല, അതിനപ്പുറത്തുള്ള വലിയ സ്രാവുകളുണ്ട്. ആ സ്രാവുകൾ പിടിക്കപ്പെടണം. ആ പിടിക്കപ്പെടണം എന്നുള്ളതാണ് നമ്മുടെ ആവശ്യം. ഈ സ്രാവ് ഏത് വലത് സ്രാവാണോ ഇടത് സ്രാവാണോ എന്നുള്ള കാര്യം നമുക്ക് പിന്നീട് തീരുമാനിക്കാം. എന്തായാലും സ്രാവുണ്ട് എന്ന് കോടതിക്ക് പോലും ബോധ്യമാണ്. അപ്പം അത് അവിടേക്ക് കാര്യങ്ങൾ പോകേണ്ടതുണ്ട്. അതിപ്പോൾ ഉള്ള സംഭവം എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് സ്വർണം മോഷ്ടിക്കപ്പെട്ടു, സ്വർണ്ണപ്പാളികൾ മോഷ്ടിക്കപ്പെട്ടു. അപ്പോൾ പക്ഷെ ആ പാളികൾ മോഷ്ടിക്കപ്പെട്ടിട്ട് അതെവിടെ തിരിച്ചു പിടിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഈ സ്വർണ്ണപ്പാളികളുടെ ഒരു അംശം പോലും തിരിച്ചു പിടിക്കുന്നതിലേക്ക് പോയിട്ടില്ല. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. പെട്ടെന്ന് കുറ്റപത്രം കൊടുത്തിട്ട് ഈ കട്ടു എന്ന് പറയുന്ന സാധനം എവിടെ, കളവ് മുതൽ എവിടെ എന്നുള്ള ചോദ്യം സ്വാഭാവികമായിട്ടും ഉണ്ടാകുമല്ലോ. കളവ് മുതൽ പോയ സ്ഥലങ്ങൾ വരെ പോകുമ്പോഴേക്കും ഇത് പലപ്പോഴും വലിയ സ്രാവുകളിലേക്ക് കാര്യങ്ങൾ എത്താനുള്ള സാധ്യത. നമ്മൾ കോടതിക്ക് പൂർണ്ണമായിട്ടും ഇത് വിട്ടുകൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും വേണ്ടത്. SIT സ്വാഭാവികമാണ്. കാരണം SIT വിശ്വാസം ഇല്ലാത്ത രൂപത്തിൽ കോടതി പോലും 3-4 തവണ പറഞ്ഞിട്ടുണ്ട്. ആ 3-4 തവണ പറയുന്ന ഘട്ടമുള്ളത് കൊണ്ട് തന്നെ SIT ഇനി അങ്ങോട്ടേക്ക് നീങ്ങുമ്പോൾ ഓരോ കാര്യത്തിലും വളരെ ശ്രദ്ധിച്ച് നീങ്ങാൻ പാടും. കാരണം കോടതിയുടെ മേൽനോട്ടത്തിലുള്ള ഒരു അന്വേഷണ ഏജൻസിയാണല്ലോ. അപ്പോൾ അവരങ്ങനെ രാഷ്ട്രീയം കളിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പം നമ്മൾ ആ രീതിയിൽ വേണം ഇതിനെ കാണാൻ. എന്തായാലും ഞാൻ വിചാരിക്കുന്നത് കോടതി പറയുന്ന വമ്പൻ സ്രാവുകൾ, അത് ഏത് ഇടതായാലും വലതായാലും ഉണ്ടാവുന്ന ഈ സ്രാവുകൾ പിടിക്കപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകണം. കൊച്ചിയിൽ നിന്നും പോയിട്ട് ഇത് എവിടെ എത്തിച്ചേരുന്നോ എന്നൊന്നും അറിയില്ല. ഏതായാലും ഒരു 3 അറസ്റ്റ് കൂടി ഉണ്ടാകും എന്നുള്ള കാര്യം കോടതിയെ SIT അറിയിച്ചിട്ടുണ്ട്. ആ 3 അറസ്റ്റിൽ ആരൊക്കെയാണ് പെടുക? നേരത്തെ ചോദ്യം ചെയ്തവരിൽ ചിലർ പെടുമെന്നറിയുന്നു. അങ്ങനെയെങ്കിൽ ഇടതിലും വലതിലുമുള്ളവർക്ക് നെഞ്ചിടിപ്പേറുന്നുണ്ടോ എന്നൊരു ചോദ്യം കൂടി അവിടെ നിൽക്കുകയാണ്. അങ്ങനെ അറസ്റ്റിലാകപ്പെടുന്നവരെയും കുറ്റപത്രം വരെ കാക്കുമോ പാർട്ടിയിൽ തുടരാൻ എന്നുള്ള കാര്യം രണ്ടു കൂട്ടരും ആലോചിക്കേണ്ടതുമാണ്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.